ഇനി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാൻ പോകുന്നത് രണ്ട് സുന്ദരമായ, പവിത്രമായ, ഉദാത്തമായ, പരിശുദ്ധമായ രണ്ട് ഇഷ്ടങ്ങളെ കുറിച്ചാണ്. ആ രണ്ട് ഇഷ്ടങ്ങൾ ഏതാണ്? മൂന്നാമത്തത് ഹുബ്ബുൽ ഫിത്രയാണ്, പ്രകൃതിയാ ഉള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഉമ്മക്ക് മകനോടുള്ള സ്നേഹം, ബാപ്പക്ക് മകനോടുള്ള സ്നേഹം, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം. ഈ സ്നേഹത്തെ വലിയ ബാധ്യതയായി, വലിയ കടമയായി പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇതിന് അതിന്റെ ഏറ്റവും വലിയ പവിത്രതകൾ നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. സൂറത്ത് ഇസ്രായിലെ രണ്ട് ആയത്തുകൾ തന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാ വബിൽവാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് നിങ്ങൾക്കിതാ കർശനമായി വിധിച്ചിരിക്കുന്നു. ആ മഹനീയമായ ആദർശത്തിന് തൊട്ടിപ്പുറം അല്ലാഹു പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. അവരിൽ രണ്ടുപേരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ വാർദ്ധക്യ സഹജമായ നിസ്സഹായതയിൽ നിങ്ങളോടൊപ്പം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ നിങ്ങൾ തയ്യാറാവുക. അവരോട് നീരസത്തിന്റെ വാക്കുകളും ശബ്ദങ്ങളും ഉച്ചരിക്കാതിരിക്കുക. അവരോട് കയർത്ത് സംസാരിക്കാതിരിക്കുക. ഏറ്റവും മാന്യമായ ഭാഷയിൽ മാത്രം അവരുമായി സംവദിക്കുക. മാത്രമല്ല, നിങ്ങളുടെ താഴ്മയുടെ ചിറകുകൾ അവരിലേക്ക് നിങ്ങൾ താഴ്ത്തി വിരിച്ചു കൊടുക്കുക. എന്നിട്ടും അവസാനിച്ചില്ല, ഇതൊന്നും അഭിനയമാകരുത്, ഇതൊന്നും കാട്ടിക്കൂട്ടലാകരുത്. പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ളതാകണം. ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എൻ്റെ ബാല്യത്തിലും എൻ്റെ ശൈശവത്തിലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എപ്രകാരമാണോ എന്നെ സംരക്ഷിച്ചത്, അപ്രകാരം അവരെ സംരക്ഷിക്കണേ നാഥാ. അപ്രകാരം അവർക്ക് നീ സംരക്ഷണം നൽകണേ റബ്ബേ, കരുണ നൽകണേ നാഥാ. എത്ര സുന്ദരമായിട്ടാണ് ഉമ്മാനോട് ഉപ്പാനോടുള്ള കടമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഹുബ്ബുൽ ഫിത്രയുടെ ഏറ്റവും മുകളിൽ വരുന്ന സ്ഥാനമാണ് മാതാപിതാക്കൾ. ഏറ്റവും മുകളിൽ വരുന്നത് റിദല്ലാഹു ഫി റിദൽ വാലിദൈൻ വസുഖ്തുല്ലാഹു ഫി സുഖ്തുൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിന്റെ വെറുപ്പ് മാതാപിതാക്കളുടെ വെറുപ്പിലാണ്. അള്ളാഹിന്റെ തൃപ്തി നേടാൻ ഉമ്മയും ഉപ്പയും തൃപ്തിപ്പെട്ടാൽ മതി. ഒരടയാളാണത്. നമ്മുടെ വിഷയത്തിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും തൃപ്തരാണ് എന്നത് അള്ളാഹുവിന് നമ്മളോടുള്ള തൃപ്തിയുടെ അടയാളാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന് നമ്മളോടുള്ള തൃപ്തിയുടെ ഒരു സൈനാണ്, ഒരു അടയാളമാണ് ഉമ്മക്കും ഉപ്പക്കും നമ്മളോട് തൃപ്തി ഉണ്ട് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൃപ്തി നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് വെറുതെ ഈ ഒരു ബാധ്യതയെ കുറിച്ച് മാത്രമല്ല ട്ടോ അല്ലാഹു പറഞ്ഞത്, അതിന്റെ കാരണം കൂടി പറഞ്ഞു വിവരിച്ചിട്ടുണ്ട്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ. അള്ളാഹു പറയാണ്, അവന്റെ ഉമ്മ പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് അവനെ ചുമന്നത്. 2 കൊല്ലം അവനെ മുലയൂട്ടിയത്. നമ്മൾ യഥാർത്ഥത്തിൽ പുരുഷന്മാർക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാവാൻ തീരെ സാധ്യതയില്ല. പ്രത്യേകിച്ച് അവിവാഹിതരായ പുരുഷന്മാർക്ക്. വിവാഹിതരായ ആളുകൾക്ക് ഒരുവിധം അറിയും. കാരണം ഒരു ഉമ്മയുടെ ഗർഭധാരണത്തിന്റെ വിഷമങ്ങൾ യഥാർത്ഥമായ രീതിയിൽ ഒരാണ് കാണാൻ തുടങ്ങുന്നത് സ്വന്തം ഭാര്യ ഗർഭിണിയാകുമ്പോഴാണ്. അവളുടെ പ്രയാസങ്ങൾ കാണുമ്പോഴാണ്. അവളുടെ ഛർദിലും അവളുടെ വേദനകളും അവളുടെ ഒന്ന് ഇഷ്ടമുള്ളതുപോലെ കിടക്കാൻ പറ്റൂല, ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റൂല, കയ്യിൽ നിന്നെങ്കിലും താഴേക്ക് വീണാൽ സ്വന്തം ഇഷ്ടപ്രകാരം കുനിഞ്ഞൊന്നും എടുക്കാൻ പറ്റൂല. എന്തൊക്കെ പ്രയാസങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതിനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകാണെയായിരിക്കാം. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞോ? ഒരു മനുഷ്യന് ഒരു നാച്ചുറൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്താണത്? ഇപ്പോ നമ്മളൊരു പാമ്പിനെ ചവിട്ടിയ പാമ്പ് കടിക്കും. അത് അതിൻ്റെ ഒരു റിഫ്ലക്സ് ആണ്. പാമ്പ് പിന്നെ എന്നെ ആരെങ്കിലും ചവിട്ടട്ടെ, ഞാൻ കടിച്ചു കാണിച്ചരാന്ന് പറഞ്ഞ് നടക്കുമെന്നല്ല. പാമ്പിനെ ചവിട്ടിയ അതിൻ്റെ ഒരു റിഫ്ലക്സ് ആണ്, അത് കടിക്കും. അത് പട്ടിനെ ചവിട്ടിയ പട്ടിയും കടിക്കും. നിങ്ങളൊരു കൊതുക് വന്ന് കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ആ കൊതുകിന് എന്താണ് ചെയ്യുക? കൊതുകെ പോയി പണിയൊക്കെ എന്ന് പറയും? ഇല്ലല്ലോ, ഒറ്റയടി അടിക്കും. അത് നമ്മുടെ റിഫ്ലക്സ് ആണ്.
മനുഷ്യൻ വേദനിച്ചാൽ അതിന് പ്രതികരിക്കും, ജീവികൾ വേദനിച്ചാൽ പ്രതികരിക്കും. എന്നാൽ ഈ പ്രകൃതി നിയമം തെറ്റുന്ന ഒരേ ഒരു അവസ്ഥ മാത്രമേ മനുഷ്യന്റെ ജീവിതത്തിലുള്ളൂ, അത് മാതൃത്വമാണ്. ഈ പ്രകൃതി നിയമങ്ങൾ മുഴുവൻ അവിടെ മാറി നിൽക്കും. എങ്ങനെയാണ്? 9 മാസവും ചില്ലറ ദിവസവും തുല്യതയില്ലാത്ത പ്രയാസങ്ങൾ നൽകിയിട്ടാണ് ഒരു കുഞ്ഞി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. എന്താണ് ഉമ്മാന്റെ റിഫ്ലക്സ്? ഉമ്മാന്റെ റെസ്പോൺസ് എന്താണ്? അതിനെ സ്നേഹത്തോടെ തൻ്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആ മാറിടത്തിൽ നിന്ന് പാല് ചുരത്തി കുട്ടിക്ക് പല്ല് വരാൻ തുടങ്ങുമ്പോൾ കുട്ടികള് മുലക്കണ്ണ് കടിക്കാൻ തുടങ്ങും. പല കടിച്ചുകൊണ്ട് പൊട്ടിക്കും, അവിടെ മുറിവുണ്ടാവും. എന്നിട്ട് ഇപ്പം വിഷതാൽ വീണ്ടും കരയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ മുറിഞ്ഞു പോയ മുലക്കണ്ണിലേക്ക് ആ കുട്ടിയെ വീണ്ടും ചേർത്ത് വെക്കണം. എന്നിട്ട് പാല് വലിച്ചു കുടിക്കുമ്പോൾ അസഹ്യമായ വേദനയോടെ ഉമ്മ കണ്ണുകൾ ഇറുകി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് തിരിച്ചു നുള്ളേ അല്ലെങ്കിൽ ഒന്ന് വേദനിപ്പിക്കേ ചെയ്യാറില്ല. പ്രകൃതി നിയമങ്ങൾ മാറി നിൽക്കുന്ന ഒരേ ഒരു അവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഹുബ്ബുൽ ഫിത്രയുടെ ഏറ്റവും ഉന്നത തലമായ മാതൃസ്നേഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ തോമസ് ആൽവ എഡിസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തോമസ് ആൽവ എഡിസൺ ഈ ലൈറ്റ് കണ്ടുപിടിച്ച, ബൾബ് കണ്ടെത്തിയ അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനുമാണ്, വലിയ ബിസിനസ്മാനുമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രീ സ്കൂളിൽ പഠിക്കുന്ന സമയം എഴുതാനും വായിക്കാനൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ സമയം അദ്ദേഹത്തിന്റെ ടീച്ചർ എന്ത് ചെയ്തു? ഒരു ചെറിയൊരു സ്ലിപ്പ് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് മാതാവിന് കൊടുക്കണം, അമ്മക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. അദ്ദേഹം ആ സ്ലിപ്പുമായി വീട്ടിലേക്ക് വന്നു, അമ്മക്ക് കൊടുത്തു. അമ്മ അത് വായിച്ചു. എന്നിട്ട് എഡിസന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എഡിസൺ വളരെ കൗതുകത്തോടെ ജിജ്ഞാസയോടെ ചോദിച്ചു, അമ്മ എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത്? എന്താണത്? എനിക്കൊന്ന് പറഞ്ഞു തരോ? അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, മോനെ, ഇതിൽ എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ കുട്ടി ഒരു ജീനിയസ് ആണ്. അതുകൊണ്ട് ഈ സ്കൂളിനുള്ളിലെ പരിമിതികൾ ആ കുട്ടിക്ക് മതിയായതല്ല. നിങ്ങൾ വിശാലമായ ലോകത്ത് ആ കുട്ടിയെ നിങ്ങൾ തന്നെ പഠിപ്പിക്കുക എന്നാണ് ഈ സ്ലിപ്പിൽ എഴുതിയിട്ടുള്ളത് എന്ന് എഡിസന്റെ അമ്മ എഡിസനോട് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. എഡിസൺ വലിയ ശാസ്ത്രജ്ഞനായി മാറി. ലോകമറിയപ്പെടുന്ന, എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹാപ്രതിഭ എന്ന ആളുകൾ മുഖത്ത് നോക്കി പറയുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനായി എഡിസൺ മാറി. എഡിസന്റെ അമ്മ മരിച്ചു. വളരെ വേദനയോടെ, പ്രയാസത്തോടെ ആ ദിവസം അദ്ദേഹം തള്ളി നീക്കി. അമ്മയുടെ പഴയ ഡയറികളും പഴയ എഴുത്തുകളും കടലാസുകളും എല്ലാം സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലേക്ക് എഡിസൺ ഒരു ദിവസം പ്രവേശിച്ചു. അവിടെ അമ്മ അടുക്കി വെച്ച കടലാസുകൾ ഓരോന്നായി വെറുതെ ഒരു നേരം പോക്ക് ഇങ്ങനെ എടുത്തു നോക്കാൻ തുടങ്ങി. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രീ സ്കൂളിൽ വെച്ച് അദ്ദേഹത്തിന് നൽകിയ ആ കടലാസിന്റെ തുണ്ട് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ആ കടലാസ് വായിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ മകൻ മെന്റലി റിട്ടാർഡഡ് ആണ്, നിങ്ങളുടെ മകൻ ഒരു മന്ദബുദ്ധിയാണ്, അതുകൊണ്ട് അവനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് അവനെ പഠിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ അവനെ പഠിപ്പിച്ചോളൂ എന്നാണ് ആ സ്ലിപ്പിൽ എഴുതിയിരിക്കുന്നത്. എഡിസന്റെ അമ്മ എഡിസനോട് പറഞ്ഞത് എന്താണ്? മോനെ, നീ ജീനിയസ് ആണെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നാണ്. എഡിസൺ പിറ്റേ ദിവസമുള്ള പത്രത്തിന്റെ ആർട്ടിക്കിളിൽ എഴുതിയെന്നാണ്, ഞാൻ ഒരു മന്ദബുദ്ധിയായ കുട്ടി സ്വന്തം അമ്മയുടെ പരിലാളനയിൽ, സ്വന്തം മാതാവിന്റെ പരിലാളനയിലും സംരക്ഷണത്തിലും പ്രയത്നത്തിലും ലോകമറിഞ്ഞ മഹാപ്രതിഭയായ ഒരു മന്ദബുദ്ധിയാണ് ഞാൻ എന്ന് എഡിസൺ പിറ്റേ ദിവസമുള്ള പത്രത്തിലെ ആർട്ടിക്കിളിൽ എഴുതിയെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ എഡിസന്റെ മാതാവ് മാത്രമല്ല, ലോകത്ത് 2 കാലിൽ നിവർന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനെ നിങ്ങൾ കണ്ടാലും ആ 2 കാലുകൾക്കും പിറകിൽ ഒരു മാതൃത്വത്തിന്റെ വേദനയുണ്ട്, ഒരു മാതൃത്വത്തിന്റെ നൊമ്പരമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതില്ലാതെ, പ്രസവ വേദന അനുഭവിക്കാതെ ഒരു ജന്മവും ഈ ലോകത്തുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ബന്ധത്തിന് അത്രമാത്രം പവിത്രത നൽകിയത്, അത്രമാത്രം ഔന്നത്യം നൽകിയത്. എൻ്റെ ഒരു വയസ്സായ ഒരു സുഹൃത്തുണ്ട്, ഒരുപാട് പ്രായമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പണ്ട് വേട്ടക്കാരനായിരുന്നു, വെടിവെക്കാൻ പോകും. അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഞാൻ കാട്ടിൽ കരിങ്കുരങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാട്ടിൽ കയറി. അന്നേരം കരിങ്കുരങ്ങിൻ്റെ ഇറച്ചി കഴിക്കും, ശരിക്കും ഹറാമാണ്, കഴിക്കാൻ പറ്റൂല. അദ്ദേഹം അങ്ങനെ കരിങ്കുരങ്ങിൻ്റെ ഇറച്ചി പിടിക്കാൻ, മന്തി എന്നാണ് പറയുക. ഈ
നിലമ്പൂരും വയനാടൊക്കെ ഉള്ള ആളുകളോട് ചോദിച്ചാൽ ഇന്നത്തെ മന്തിയല്ല കേട്ടോ, നമ്മൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന മന്തിയല്ല, ഇത് വേറെ മന്തി. അവർ ഈ കരിങ്കുരങ്ങൻ്റെ ഇറച്ചിക്ക് മന്തി എന്നാണ് പറയാം. അതെന്തെങ്കിലുമൊക്കെയോ മരുന്നാണെന്നൊക്കെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വേട്ടയാടാനും കരിങ്കുരങ്ങൻ്റെ ഇറച്ചി തിന്നാനൊന്നും പറ്റൂല. 10, 14, 20 കൊല്ലൊക്കെ ഉള്ളി കിടക്കേണ്ടി വരും. പക്ഷെ അന്ന് ആ നിയമമൊന്നും വന്നിട്ടില്ല. ആ സമയം ഈ മനുഷ്യൻ തോക്കുമായിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ പോയി കരിങ്കുരങ്ങനെ ഇങ്ങനെ തെരഞ്ഞിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വേറൊന്നും കിട്ടിയില്ല. കുറേ മുന്നോട്ട് പോയപ്പോൾ ഒരു മരച്ചിലയുടെ മുകളിൽ ഒരു ശബ്ദം കേട്ട് അയാൾ ഒരു കരിങ്കുരങ്ങനെ കണ്ടു. അത് അങ്ങോട്ട് തിരിഞ്ഞ് പിറകുവശം കാണിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അയാൾ എന്ത് ചെയ്തു? കരിങ്കുരങ്ങാണ്, പിന്നെ ഒന്നും ചിന്തിക്കാനില്ല, എനിക്ക് ഉൾക്കാട്ടിലേക്ക് പോകുന്നതിന് നല്ലത് ഇവിടുന്ന്. അയാൾ വെടിവെച്ചു, കരിങ്കുരങ്ങ വെടിവെച്ചു. സാധാരണഗതിയിൽ വെടിവെച്ച എന്താ ഉണ്ടാവുക? വേദന കൊണ്ട് ചീറിക്കരഞ്ഞ് ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് ഇതിങ്ങനെ മാറി മാറി ചാടിപ്പോവാണ് ചെയ്യുക. എന്നിട്ട് അവസാനം പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ വെടിവെച്ച് അതിനറുത്ത് കൊണ്ടുപോവാണ് ചെയ്യുക. പക്ഷെ ഇത് അനങ്ങുന്നില്ല. ആ വെടിയുണ്ട ശരീരത്തിൽ ഏറ്റിട്ടും അതിൻ്റെ ഒരു ശക്തി കൊണ്ടൊന്നും മുന്നോട്ടാഞ്ഞു എന്നല്ലാതെ ആ ചില്ലയിൽ നിന്ന് അനങ്ങാൻ ഈ കരിങ്കുരങ്ങ് തയ്യാറാവുന്നില്ല. അവസാനം ഇയാൾ രണ്ടാമതും വെടിവെച്ചു. രക്തം ഇങ്ങനെ കിനിഞ്ഞിറങ്ങാൻ തുടങ്ങി. അതിൻ്റെ മരത്തിൻ്റെ താഴേക്ക് ആ ചില്ലയിൽ നിന്ന് രക്തം ഇങ്ങനെ ഉറ്റിട്ട് വീഴാൻ തുടങ്ങി. എന്നിട്ട് അവസാനം കുറച്ചുകൂടി നേരം അതവിടെ പിടിച്ചിരുന്ന് അതിങ്ങോട്ട് തിരിഞ്ഞിരുന്നപ്പോൾ അതിൻ്റെ കയ്യിൽ ചെറിയൊരു കുഞ്ഞുണ്ട്, അതിൻ്റെ ചെറിയൊരു പൈതലുണ്ട്. എന്തുകൊണ്ടാണ്? വെടിയുണ്ട ശരീരത്തിലേക്ക് തുളച്ചു കയറിയപ്പോ പോലും ആ കാടിന്റെ പുത്രിയായ കരിങ്കുരങ്ങ് അടുത്ത ചില്ലയിലേക്ക് മാറി ചാടാതിരുന്നത് എന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത്. ചാടുന്ന ചാട്ടത്തിൽ തന്റെ കുഞ്ഞെങ്ങാനും നിലത്തേക്ക് വീണാലോ, തന്റെ കയ്യിൽ നിന്ന് കുഞ്ഞെങ്ങാനും നഷ്ടപ്പെട്ടു പോയാലോ എന്ന് ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? പ്രിയപ്പെട്ടവരെ, ആരാണ് പറഞ്ഞു കൊടുത്തത്? ഈ കരിങ്കുരങ്ങന് ഇത്രയും വലിയ പാഠം, ഇത്രയും വലിയ സ്നേഹം, ഇത്രയും വലിയ മാതൃത്വം അതിന്റെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചത് ആരാണ്? ഹുബ്ബുൽ ഫിത്ര എന്ന മഹത്തായ ആ പടച്ചവന്റെ സൃഷ്ടിയിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവസാനം ഈ കരിങ്കുരങ്ങ് രക്തം വാർന്ന് അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയാതായപ്പോ തന്റെ ഒക്കത്തു നിന്ന് ആ കുട്ടിയെ എടുത്തിട്ട് സുരക്ഷിതമായ ചില്ലയിൽ ഇരുത്തി അത് താഴോട്ട് വീഴുന്ന വീഴ്ചയിൽ വീണ്ടും ചില്ലയിൽ പിടിച്ചുകൊണ്ട് തന്റെ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്കിയിട്ടാണ് ആ കരിങ്കുരങ്ങ് പെണ്ണ് താഴേക്ക് വീഴുന്നത്. എന്നിട്ട് അത് ജീവൻ വെടിഞ്ഞു. ചെയ്തു പോയൊരു കാര്യത്തെക്കുറിച്ച് ചെയ്തു പോയല്ലോ പടച്ചോനെ എന്ന് വിചാരിച്ച് ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു സംഗതിയാണ് എൻ്റെ ജീവിതത്തിലെ ആ ഒരു അനുഭവം എന്ന മനുഷ്യൻ അന്നും വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ആ സംഭവം പറയുമ്പോൾ ഇന്നും അദ്ദേഹത്തിൻ്റെ കണ്ടമിടർന്നു. കാരണം ആ കരിങ്കുരങ്ങൻ്റെ കണ്ണുകളിലൂടെ അദ്ദേഹം കണ്ടത് മാതൃത്വത്തെയാണ്. ലോകത്ത് മുഴുവൻ നിലനിൽക്കുന്ന മഹാപ്രതിഭാസമായ മഹാസമസ്യയായ മാതൃത്വം എന്ന മഹനീയതയാണ് ഹുബ്ബുൽ ഫിത്രയിൽ അള്ളാഹു ഉണ്ടാക്കിയ സുന്ദരമായ സംവിധാനം. വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഒരു കെട്ടിടത്തിന് തീപിടുത്തുണ്ടായപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, പത്രങ്ങളിലെല്ലാം, ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം വളരെ വൈറലായ, അന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ അത്ര സജീവമല്ലാത്തത് കൊണ്ട് ആളുകളുടെ ഹൃദയങ്ങളിൽ വൈറലായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെ തൊട്ട് താഴത്തെ നിലയിൽ ഒരു ജനൽപ്പാളിയിലൂടെ ഒരു പെണ്ണിന്റെ കൈ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ആ കൈയിന്റെ അറ്റത്തൊരു ചോര പൈതലുണ്ട്. പത്രങ്ങൾ ആ ചിത്രം റിപ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ആ ഫ്ലാറ്റിന് തീ പിടിച്ചപ്പോ, അപ്പാർട്ട്മെന്റുകളിലേക്കെല്ലാം തീ ഇങ്ങനെ ഇരച്ചു കയറിയപ്പോ, ഈ പെണ്ണും കുഞ്ഞും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിനകത്തേക്ക് തീ കയറിയപ്പോ തന്റെ പൈതലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ അഗ്നിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ആ ഉമ്മ. അവസാനം എല്ലാ മുറികളും അഗ്നിയായി നിറഞ്ഞ് ഇനിയൊരു രക്ഷയുമില്ല എന്നറിഞ്ഞപ്പോ ജനലിന്റെ ചില്ലുകൾ തച്ച് തകർത്ത് അതിന്റെ ഉള്ളിലൂടെ കൈ പുറത്തേക്കിട്ട് തന്റെ കുഞ്ഞിനെ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് രക്ഷിക്കണേ ആരെങ്കിലും എന്ന് ആർത്ത് കരയുന്ന ഒരു മാതാവിന്റെ കൈകളായിരുന്നു അത്. ആ കുഞ്ഞ് രക്ഷപ്പെട്ടു, മാതാവ് മരിച്ചു. തന്റെ വസ്ത്രത്തിലൂടെ അഗ്നിനാളങ്ങൾ പടർന്നു പിടിച്ച് രോമം കരിഞ്ഞ് തൊലി കരിഞ്ഞ് ജീവൻ വെടിയുന്ന സമയത്തും തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വെമ്പൽ കൊണ്ട ആ മാതൃഹൃദയത്തിന് പറയുന്ന പേരാണ് ഹുബ്ബുൽ ഫിത്ര. മാതാവ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പിതാവുണ്ട്. പിതൃത്വം എന്നത് പലപ്പോഴും ഗൾഫ് ജീവിതമൊക്കെ കഴിഞ്ഞ് പ്രവാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിതാക്കളുടെ സ്ഥാനം പുറത്തൊരു വാച്ച്മാന്റെ സ്ഥാനമാണ്. അഭിപ്രായങ്ങൾ ചോദിക്കപ്പെടാത്ത, സംസാരിക്കപ്പെടാത്ത, കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്ത ഒരധികപ്പറ്റ്, ആർക്കും വേണ്ടാത്ത ഒരധികപ്പറ്റ്.
ഒന്നിനും കൊള്ളാത്ത ഒരു ദേഷ്യക്കാരൻ, ചിരിക്കാനറിയാത്ത ഒരു മർക്കട മുഷ്ടിക്കാരൻ, ഒരു ഉപകാരവുമില്ലാത്ത ഒരു വാശിക്കാരൻ എന്നതിലേക്ക് ചുരുങ്ങിപ്പോയ പല പിതാക്കളെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾക്കറിയോ, പൂകിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബസ് അപകടം നടന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. 2001 2002 എന്തോ ആണ്. പൂകിപ്പറമ്പിൽ ബസ് അപകടം നടന്ന് അതിൽ 45 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 40 ആളുകളും മരിച്ചു, 5 ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ രക്ഷപ്പെട്ട 5 ആളുകളിൽ 2 ആളുകൾ ഒരു ഉമ്മയും ഒരു കുഞ്ഞുമാണ്. ആ ഉമ്മയും കുഞ്ഞും രക്ഷപ്പെടുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ബസ്സിന് തീപിടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ വെന്ത് കരിയാൻ തുടങ്ങിയപ്പോൾ ബസ്സിന്റെ ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ഉമ്മയും മകനും ഉപ്പയും അവരിങ്ങനെ യാത്ര ചെയ്യാണ്. തീനാളങ്ങൾ കണ്ടപ്പോൾ ഈ ഉപ്പ, അദ്ദേഹം ഒരു ISMന്റെ പ്രവർത്തകനും കൂടിയായിരുന്നു. ഈ ഉപ്പ ചെയ്തെന്താ അറിയോ? സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ബസ്സിന്റെ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ആ ഉമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു. ആ പിതാവ് ആ ബസ്സിൽ കിടന്ന് കത്തി അമർന്ന് മരിച്ചു. നടന്ന സംഭവമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന പിതാക്കന്മാർ മുഴുവൻ ആ മെന്റാലിറ്റി ഉള്ളവരാണ്. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ ജീവൻ പണയം വെക്കാൻ തയ്യാറാവാത്ത ഏതുപ്പയാണ് ലോകത്തുള്ളത്? പ്രിയപ്പെട്ടവരെ, ഏത് പിതാവാണ് ലോകത്തുള്ളത്? കേരളത്തിലെ എയർപോർട്ടുകൾ നിങ്ങളൊന്ന് സന്ദർശിക്കണം. കണ്ണീരിന്റെയും കിനാവിന്റെയും വലിയ ക്യാൻവാസുകളാണ് കേരളത്തിലെ എയർപോർട്ടുകൾ. അവിടെ അറൈവലിന്റെ അടുത്തെത്തിയാൽ ആ കിനാവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. വിടർന്ന കണ്ണുകളുമായി, പുഞ്ചിരിയുമായി, ആനന്ദത്തിമിർപ്പിൽ ആറാടിക്കൊണ്ട് പുറത്തേക്ക് ഓടി വരുന്ന ഒരുപാട് പിതാക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വാരിയെടുത്ത് തന്റെ കുഞ്ഞുങ്ങളെ ആർത്തിയോടെ ചുംബിക്കുന്ന, സന്തോഷത്തോടെ ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ അവരുടെ കൂടെ ചെലവഴിക്കാൻ പോകുന്ന ഒരുപാട് ബാപ്പമാരെ കാണാൻ കഴിയും. ഇപ്പുറത്ത് ഡിപ്പാച്ചറിന്റെ അടുത്തും കാണാൻ കഴിയും. കണ്ണീരിൽ കുതിർന്ന യാത്രയുടെ തന്റെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന കുട്ടി വാവിട്ട് കരഞ്ഞിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവാതെ നടന്നകലുന്ന ഉപ്പമാരെ കാണാൻ കഴിയും. തിരിഞ്ഞു നോക്കാൻ പൂതിയില്ലാഞ്ഞിട്ടല്ല, തിരിഞ്ഞു നോക്കി തന്റെ പൈതലിന്റെ കണ്ണിൽ നിന്ന് ഒറ്റുവീഴുന്ന കണ്ണുനീര് താങ്ങാനുള്ള ശേഷി ആ മനുഷ്യനില്ലാത്തത് കൊണ്ടാണ് പോകുന്നത് മരുഭൂമിയിലേക്കാണ്. ആട്ടും തുപ്പുമേൽക്കാൻ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏൽക്കാൻ, കഷ്ടപ്പെടാൻ, വിയർക്കാൻ, ചൂടും തണുപ്പും സഹിക്കാൻ, എല്ലാം ത്യജിക്കാൻ, പെരുന്നാളുകൾ ഒരു വീഡിയോ കോളിൽ ഒതുക്കാൻ, വീടുകളിൽ ആളുകൾ ഗെറ്റ് ടുഗദർ ഉണ്ടാവുമ്പോ ഒരു വീഡിയോ കോളിൽ ഒതുക്കാൻ വേണ്ടി സകലതും ത്യജിച്ചിട്ടാണ് പോകുന്നത്. ആ ത്യജിക്കുന്ന സമയത്ത് മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയും വാരിത്തേച്ചുകൊണ്ട് യാത്ര പോകുന്ന എത്ര ഉപ്പമാരെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവർ, വലിയ സമസ്യയാണ് മാതൃത്വവും പിതൃത്വവും. വലിയ സമസ്യയാണ്. അത് ഹുബ്ബുൽ ഫിത്രയിലാണ്. ഏറ്റവും മഹനീയമായ ഹുബ്ബുൽ ഫിത്ര എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ആ ഒരു സംവിധാനം